ഹലോ ഫ്രണ്ട്സ്, ചെമ്മനൂർ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഏവരും സ്വാഗതം ചെയ്തു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെല്ലാം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് കാണണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വീഡിയോയിൽ കിടക്കാം. അപ്പം ഇന്നത്തെ വിശേഷം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രമതി വീടിൻ്റെ അകത്ത് കയറി. ആദ്യം കയറേണ്ടെന്ന് പറഞ്ഞ് സച്ചി നടത്തെങ്കിലും പിന്നെ ഇടതുകാലൊക്കെ വെച്ച് കയറി അകത്ത് വന്നിരിക്കുമ്പോഴത്തേക്ക് ചന്ദ്രമതി തൻ്റെ അഴിഞ്ഞാട്ടം പിന്നെ തുടങ്ങുകയാണ്. ചന്ദ്രമതി പറയുവാണ്, എന്ത് പറഞ്ഞു കഴിഞ്ഞാലും രേവതി ഇവിടെ നിൽക്കുന്നതിന് വിഷയമില്ല. പക്ഷേ രേവതിയുടെ കുടുംബക്കാർ, അതായത് ആങ്ങള, അതുപോലെ അമ്മ, അനിയത്തി, അവരൊന്നും ഇവിടെ വരാൻ പാടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഉടനെ രേവതി പറയണം, അതെന്നെ അമ്മ അങ്ങനെ പറയുന്നത്, എൻ്റെ അനിയത്തിയും അമ്മ എന്താ തെറ്റ് ചെയ്തത്? അവർ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ, നിങ്ങൾ എന്തിനാ പിന്നെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അതൊന്നും പറഞ്ഞാൽ പറ്റത്തൊന്നുമില്ല, വരണമെന്ന് പറഞ്ഞാൽ വരരുതെന്ന അർത്ഥം. ഉടനെ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ എന്താ ഈ പറയുന്നത്? അതൊരു പെണ്ണാണ്, ആ പെണ്ണിൻ്റെ അപ്പനും അമ്മയൊക്കെ ആ പെണ്ണിനെ കാണാൻ വരരുതെന്ന് പറഞ്ഞ് തടുക്കാൻ നമുക്ക് എന്നെ അധികാരമുള്ളത്? കാരണം അതൊക്കെ എന്നെ കെട്ടിച്ചു കൊടുക്കുന്ന വീട്ടിലേക്ക് വരാനുള്ള അധികാരമൊക്കെ എല്ലാ അച്ഛനും അമ്മയും ആർക്കും ഉണ്ട്. ഒരു വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് കാണണ്ടേ എന്നുള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അത് വന്നിട്ട് അതൊക്കെ പടി കാണണം എന്ന് കണ്ടിട്ട് പൊക്കോണം, എന്ന് വെച്ചാൽ കൊടുക്കുക വാങ്ങലൊക്കെ അവിടെ വെച്ച് നടത്തിക്കോണം, അല്ലാതെ അകത്ത് കയറി വരാൻ പാടില്ലെന്ന് പറയുമ്പോഴത്തേക്ക് സച്ചി വയ്ക്കും, ഇതെന്നെ വാതിക്കെ വന്ന് കണ്ടിട്ട് പോകാനുള്ള തന്നെ അവരെന്നെ പോസ്റ്റ്മാനാണോ, അങ്ങനെ ഒരു ജോലി ചെയ്യുന്നവരാണോ ഒരു വന്ന് കണ്ടിട്ട് പോകാമെന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്രമതി പറയുന്നുണ്ട്, നീ പറയുന്ന പോലല്ല, അവനും അല്ല അവളുടെ അമ്മയും അനിയത്തെല്ലാം വന്ന് വീടിൻ്റെ അകത്തെല്ലാം കയറി വന്ന് എല്ലാം നിരങ്ങി അടിച്ച് നോക്കിയിട്ട് പോയി ഇൻഫർമേഷൻ കൊടുക്കും. എന്നിട്ട് ഞാൻ പുറത്ത് പോകുമ്പോഴത്തേക്ക് എൻ്റെ കയ്യിലെ വളയും മാലയും എല്ലാം കണ്ടിട്ട് അവളുടെ ആങ്ങളെ പിന്നെയും വന്ന് മോഷണം നടത്താൻ വേണ്ടിയാണ്, അതിന് വേണ്ടിയുള്ള പ്ലാനിങ് ആണോ ഇതെല്ലാവരും നടത്താം, നീയും കൂടി ചേർന്നിട്ടുള്ള പരിപാടിയാണെന്നാണ്. അതുകൊണ്ട് നടക്കത്തില്ല എന്ന് പറയുവാണ്. ഉടനെ നടക്കത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് മേലെ ചോദ്യം ചെയ്യാൻ ആർക്കും ഇല്ല. ഓൾറെഡി അങ്ങനെ ഒരു സംഭവം നടന്നുകൊണ്ട് ചോദ്യം ചെയ്യാൻ ആളില്ല, ആർക്കും ഒരു അധികാരമില്ലാത്ത രീതിയിലാണ് എല്ലാവരും സ്തംഭിച്ച് പോയി നിൽക്കണം. അതുകൊണ്ട് ചന്ദ്രമതി നിൽക്കുക. അതേ, പിന്നെ ഒരു കാര്യം ചോദിക്കുകയാണ്, രവിയേട്ടനെ ഞാൻ പോയ സമയത്ത് എന്തോ തീരുമാനങ്ങളൊക്കെ എടുത്തെന്ന് അറിഞ്ഞല്ലോ എന്ന് പറയണം. അപ്പം നിങ്ങൾ നാട്ടിൽ പോകുമെന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു, അതെന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഉടനെ സച്ചിയുടെ മുഖത്ത് ഇങ്ങനെ നോക്കുന്നുണ്ട്. സച്ചിയുടെ മുഖത്ത് നോക്കിയിട്ട് എന്നാൽ സച്ചി ഇങ്ങനെ ഒരു നാണം കൊണ്ട് പോലെ, അതായത് കള്ളത്തരം പറഞ്ഞാണ്, അപ്പോൾ ആ ഒരു നാണം പോലെ നിൽക്കുവാണ്. അതിപ്പോൾ എന്നെ ചെയ്യാനപ്പം രവീന്ദ്രൻ തന്നെ പറയുവാണ്, അതിപ്പോൾ എന്നെ ചെയ്യാൻ, ഞാനിവിടെ ബോറടിച്ചിരിക്കുന്നു, ഞാൻ പിന്നെ ഇവിടെ ഇരുന്ന് ഇരിക്കാതെ പിന്നെ ഞാൻ ഇവിടെ മക്കളെല്ലാവരും പോകുന്നു, ജോലിക്കെല്ലാം പോകുന്നു, പിന്നെ ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരിക്കാതെ നീ ഇവിടെ ഇല്ല, പിന്നെ ഞാൻ ഇതിനെ ഇവിടെ നിൽക്കുന്നത്, ഞാൻ നാട്ടിൽ പോകാനുള്ള ഉദ്ദേശമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് ഞാൻ പറയുന്നത്, ശരി അതൊക്കെ പോട്ടെ, നിങ്ങൾ ഡൈവേഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞില്ല, അതെന്താ സംഭവം ചോദിക്കും. ഡൈവേഴ്സ് ചെയ്യുമ്പോൾ പിന്നെയും സച്ചിയെ നോക്കുകയാണ്. സച്ചി അപ്പോഴും അതായത് ഒരു ചളിപ്പ് പോലെ നിൽക്കുകയാണ്. അപ്പം രേവതി അടുത്ത് നിന്ന് നോക്കുന്നുണ്ട്. അപ്പം അതും എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് എന്നാൽ ശ്രുതി ചോദിക്കുകയാണ്, അച്ഛാ ഈ പ്രായത്തിലൊക്കെയാണോ ഡൈവേഴ്സ് നടത്തുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് സച്ചി പറഞ്ഞത്, ഈ പ്രായത്തിന് തന്നെ ഈ ഡൈവേഴ്സ് ചെയ്യുന്നതിന് തന്നെ പ്രായമായിരിക്കുന്നത്, കല്യാണം കഴിക്കുന്നതിന് പ്രായമുണ്ട് വെച്ചോ, കാര്യം നല്ലൊരു പങ്കാളി കിട്ടുന്നൊക്കെ നല്ല ഇത് തിരഞ്ഞെടുക്കാമെന്ന് വെച്ചാൽ. പക്ഷേ ഡൈവേഴ്സ് എന്ന് ഏത് പ്രായത്തിലും ഡൈവേഴ്സ് നടത്താം, അത് പങ്കാളി ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ പങ്കാളിയായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഡൈവേഴ്സ് ചെയ്യാം എന്നുള്ള പറയുമ്പോഴത്തേക്കും വർഷം അടുത്തെന്ന് പറഞ്ഞാൽ, ശരി അങ്കളെ ഞാനത് കേട്ടിട്ടുണ്ട്, എവിടെ കേട്ടിട്ടുണ്ട്, അതായത് ഒരു ന്യൂസിൽ വായിച്ചിട്ടുണ്ട്, അത് ഒരാൾ 80 വയസ്സുള്ള ആൾ തൻ്റെ ഭാര്യ വഴക്കിട്ടെന്ന് പറഞ്ഞു ഡൈവേഴ്സ് ചെയ്തെന്ന് പറഞ്ഞു. ഉടനെ ശ്രുതി ചോദിക്കുകയാണ്, അങ്കിൾ ഇതൊക്കെ ചെയ്യുമോ എന്ന് പറഞ്ഞു. ഞാനവിടെ ചെയ്താൽ മോളെ എനിക്ക് ഈ പ്രായത്തിൽ എന്താ ചെയ്യാനാ, ഞാനിപ്പം ഒരു 2 ജീവപര്യന്തം കിട്ടിയത് ഒരവസ്ഥയാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല എന്ന് പറയുവാണ്. ഉടനെ 2 ജീവപര്യന്തയോ എന്നല്ല ഇങ്ങനെ ചോദിച്ചു നോക്കുമ്പോഴത്തേക്ക് സച്ചിയുടെ എല്ലാവരും അതെ 2 ജീവപര്യന്തം എന്നുള്ള അത് കല്യാണ ജീവിതം ഒരു ജീവപര്യന്തം ആണല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് വർഷ ശ്രീകാന്തിനെ നോക്കുന്നു. പിന്നെ ശ്രുതിയും അങ്ങനെ പറയുന്നത് ശരിയാണല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഞുള്ളൊക്കെ കൊടുക്കുന്നുണ്ട് ശ്രുതിക്കിட்ட. പിന്നെ രേവതി സച്ചി എന്ന് നോക്കി ഇങ്ങനെ തറപ്പിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ സച്ചി വന്നിട്ടിരിക്കുമ്പോൾ, അതേ പറഞ്ഞു വന്ന അങ്ങനെയല്ല, അതായത് രേവതി അങ്ങനെ കടുപ്പിച്ച് നോക്കിയതുകൊണ്ട് സച്ചി പറയണ, അത് പറഞ്ഞത് അങ്ങനെയല്ല, സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു ജീവപര്യന്തം അതാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയാം. അപ്പോൾ അച്ഛൻ അങ്ങനെയുള്ള ഒരു ജീവപര്യന്തം കിട്ടുന്ന ചോദിക്കുമ്പോഴത്തേക്ക്, എടാ മോനെ
നീ ആവശ്യമില്ലാത്ത രീതിയിലൊന്നും പറയാതെ ഒന്നാമത് ഇപ്പോൾ അവളിപ്പം ഒന്ന് കയറി വന്നതേ ഉള്ളൂ. ഇനിയിപ്പം നീ ഓരോന്ന് പറഞ്ഞ് പിടിപ്പിച്ചിട്ട് അതിൻ്റെ പുറകെ അവൾ അടുത്ത ബാഗ് എടുത്തുകൊണ്ട് പോകാനുള്ള പരിപാടിയുണ്ട്. നിനക്ക് ഇപ്പോൾ ഓട്ടോ ഇല്ലേ, നീ ഓട്ടത്തിട്ട് ഇറങ്ങിപ്പോക്കെ, നിന്നെ ഓട്ടോ ഉണ്ട് അവിടെ പോക്കെ, എല്ലാവരും പിരിഞ്ഞു പോക്കെ എന്ന് പറഞ്ഞു വിടണം. അണ്ണൻ രവീന്ദ്രൻ പറയാം, രവീന്ദ്ര മോളെ എനിക്കൊരു ഗ്ലാസ് കാപ്പി തരാൻ പറയുമ്പോഴത്തേക്കും ശരി വെച്ചെന്ന് അമ്മയ്ക്ക് വേണമെന്ന് പറയാം. ഒന്നെണ്ണ ചന്ദ്രമതിൻ്റെ ഞാൻ ഇത്ര നേരമായി വന്നിട്ട് ഈ നിനക്ക് ചായ എടുത്താൽ നിന്നോട് പ്രത്യേകിച്ച് പറയണോ, അല്ല കാപ്പി എടുത്താൽ നിന്നോട് പ്രത്യേകിച്ച് പറയണമെന്ന് ചോദിക്കുവാണ്. ശരി, അങ്ങനെ പിന്നെ കാപ്പി എടുക്കാൻ അങ്ങനെ പോകണം. പിന്നെ ഇത് തിരിഞ്ഞ് നടക്കുന്ന ശ്രുതി ഭയങ്കര ഡൗട്ടിൽ നടക്കുന്നത്. ഇതെന്നെ ഇങ്ങനെ സംഭവിച്ചേ, നടക്കാൻ പാടില്ലാത്തൊരു സംഭവമാണ് നടന്നേ എന്നുള്ളത് അതാണ് ഡൗട്ടുണ്ട്. ആര് പറഞ്ഞിട്ടും കേൾക്കാത്ത രീതിയിലുള്ള പെരുമാറ്റമായിരുന്നു ചന്ദ്രമതിയുടെ. പിന്നെ എന്തുകൊണ്ട് തിരിച്ചു വന്നു അതൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ റൂമിൽ കയറിയപ്പോഴത്തേക്കും ശ്രുതി കയറി വരികയാണ്. ശ്രുതി കയറി വന്നിട്ട് അവരെങ്ങനെ വന്നതെന്ന് ചോദിക്കുന്നത്. അതായത് അമ്മ എങ്ങനെ വന്നത്, അമ്മ വാതുക്കെ വഴി, അതല്ല ചോദിച്ചേ ചോദിക്കുമ്പോഴത്തേക്ക്. അപ്പം ഞാനും വാതുക്കെ വഴിയാണ്. അതല്ല, ഒന്ന് അടിക്കാൻ പോകും. പിന്നെന്താ വിഷയം എന്ന് ചോദിക്കാം. അല്ല, അമ്മ വന്ന കാര്യം, അമ്മ നമ്മൾ വിളിച്ചിട്ട് വന്നില്ല, അച്ഛൻ വിളിച്ചിട്ട് വന്നില്ല. അച്ഛനാണെങ്കിൽ അപ്പം അമ്മ ആലോചിച്ചാണ്, അച്ഛൻ വിളിച്ചുകൊണ്ട് ചിലപ്പം ആലോചിച്ച് കാണുമെന്ന് പറയുമ്പോഴത്തേക്ക് അത് ചാൻസ് ഇല്ല. കാരണം അച്ഛൻ തിരിച്ചു വന്നപ്പോഴത്തെ അച്ഛൻ്റെ മുഖത്തിന് ഷേപ്പ് ഇരുന്നതൊക്കെ എനിക്കറിയാൻ പറ്റും. അപ്പോൾ അച്ഛൻ വിളിച്ചിട്ട് പോലും വരാതിരുന്ന എന്തെങ്കിലും കാരണം കാണുമെന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് കാരണം ഇരിക്കുന്നത് ശ്രുതി ആവശ്യമില്ലാത്ത ചിന്തിക്കാതെ, അതല്ലല്ലോ, അങ്ങനെയല്ലല്ലോ, ശരിയാകത്തില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് അല്ല നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇല്ല എനിക്കെന്ത് ബുദ്ധിമുട്ട്. അപ്പോഴത്തേക്ക് ചളിപ്പ് മാറി, നല്ല ഒരു ചളിപ്പ് ഉള്ള ഒരു മുഖത്തോട് പറയാം എനിക്കെന്നെ ബുദ്ധിമുട്ട്, ഞാനിപ്പോൾ അതിനകത്ത് തന്നെ എടുക്കാനിരിക്കുന്നത്. അമ്മ പോയി, അമ്മ തിരിച്ചു വന്നു, അത്രമാത്രമല്ല ചിന്തിക്കാനുള്ളൂ, അതിനകത്ത് വേറെ ഒന്നും ഇല്ലയെന്ന് ശ്രുതി. അടുത്ത് കാണിക്കുന്ന സീൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സച്ചിൻ രേവതിയും രാത്രി ആകാശം നോക്കി കിടന്ന് ഓരോ സ്വപ്നമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സച്ചി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ആകാശം കാണുമ്പോഴത്തേക്ക് എനിക്ക് പഴയ കാലത്ത് എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സിൻ്റെയൊക്കെ കഥകളൊക്കെയാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ ടീച്ചർ പറയുന്നു, ആകാശത്ത് നോക്കി ഈ നക്ഷത്രങ്ങളൊക്കെ നോക്കി നിൽക്കുമ്പോൾ ആകാശത്ത് നക്ഷത്രങ്ങൾ ഒരിക്കൽ പൊട്ടി വീഴും, പക്ഷേ അവിടെ നിലനിൽക്കുന്നത് ഈ ആകാശം മാത്രമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ പരിശ്രമങ്ങൾ നമ്മുടെ പരിശ്രമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോന്ന് പൊട്ടി വീഴും, അതായത് തകർന്ന് അടിഞ്ഞു പോകും. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മുടെ പരിശ്രമം ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുകയാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നേടിയെടുക്കാൻ പറ്റും, നമ്മൾ ഉദ്ദേശിച്ച സ്ഥാനത്തെത്താൻ പറ്റും എന്നുള്ള രീതി പറയുവാണ്. അതിങ്ങനെ പറയുകയാണ്, ഞാൻ പഠിച്ച കാലഘട്ടത്തിലുള്ള ഒരു കഥയൊക്കെ പാട്ടൊക്കെ അവിടെ മറ്റേ ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ഹൗ ഐ വാണ്ട് യു വാട്ട് യു ആർ എന്നുള്ള പാട്ടൊക്കെ ആണെന്ന് പറയുകയാണ്. ആണോ എന്നൊക്കെയുള്ള രീതി രേവതിയും ചോദിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് പറയുവാണ്, ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള സോങ് ഒക്കെ പാടി കഴിയുമ്പോഴത്തേക്ക് അതായത് രേവതിയെ മടി കിടത്തിയിട്ട് റൊമാൻറ്റിക് ഒരു സോങ് ഒക്കെ പാടുന്നുണ്ട്. പാടി കഴിയുമ്പോഴത്തേക്ക് രേവതിയോട് ചോദിക്കുന്ന നിനക്കെന്താ തോന്നുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഈ ആകാശം കാണുമ്പോഴത്തേക്ക് നക്ഷത്രങ്ങളെ കാണുമ്പോഴത്തേക്ക് ഈ നക്ഷത്രങ്ങളൊക്കെ പൊട്ടി വീഴുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം തങ്ക കാശായിട്ട് അല്ലെങ്കിൽ സ്വർണ്ണ മഴയായിട്ട് വന്ന് വീഴുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതെല്ലാം പെറുക്കിയെടുത്ത് വിൽക്കാമല്ലോ ആലോചിക്കുക. ഒന്ന് കളഞ്ഞു കുളിച്ച് നീ, അതായത് ഞാനൊരു റൊമാൻറ്റിക് മൂടി വന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോഴത്തേക്ക് കുറേ കാശിൻ്റെയും പണത്തിൻ്റെയൊക്കെ ആയിട്ടുള്ള കുറേ കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് വരും, നീ മാറി നിൽക്കുന്നു പറഞ്ഞ് തള്ളിവിടും. അതല്ല സച്ചിയേട്ടാ, വേറൊന്നുമല്ല, എനിക്ക് നമുക്കറിയാമല്ലോ പണ്ടത്തെ പോലെ എല്ലാം കാശിൻ്റെ അതായത് വണ്ടിയുടെ കടമെല്ലാം തീർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ദാണ്ട വണ്ടി പണയം വെച്ച് പിന്നെയും നമ്മൾ കടമെടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു പോയെന്ന് പറയുന്നത്. പക്ഷേ എന്നാലും എൻ്റെ മനസ്സിലൊരു ഐഡിയ വരുന്നുണ്ട് പറയുന്നത്. എന്നാൽ സച്ച് ചോദിക്കുക അതെന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും വേറൊന്നല്ല, ഈ കല്യാണ മണ്ഡപമൊക്കെ നടക്കുന്നുണ്ട്, കല്യാണ മണ്ഡപമൊക്കെ ഉണ്ടല്ലേ അടുത്തടുത്തൊക്കെ ഉള്ള ഈ കല്യാണ മണ്ഡപത്തിൽ ചെന്നിട്ട് ഈ പൂ കൊണ്ടുള്ള തോരണം അവർക്ക് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കണം. അതിന് മുന്നോടിയായിട്ട് ആദ്യം തന്നെ ഈ തോരണം വെച്ച് അല്ല പൂ കൊണ്ടുള്ള തോരണം വെച്ചുള്ള ഡെക്കറേഷൻ്റെ ഫോട്ടോ എടുത്ത് നമ്മൾ അവരെ കൊണ്ട് കാണിക്കണം. അപ്പോൾ കാണിച്ച് കഴിയുമ്പോൾ അവർ നമുക്ക് ഇമ്പ്രസ്ഡായിട്ട് നമുക്കത് അതിൻ്റെ ഓർഡർ തരാനുള്ള ചാൻസ് ഉണ്ട്. സച്ചേട്ടാന്ന് പറയുമ്പോഴത്തേക്ക് നീ കൊള്ളാമല്ലോ മോളെ, നീ കൊള്ളാം, അടിപൊളിയാണല്ലോ, നിൻ്റെ ഐഡിയ കൊള്ളാം, അത് നല്ലൊരു പരിപാടിയാണ്, നേരത്തെ പഴുതിനെക്കാട്ടും കൂടുതൽ നിനക്ക് കച്ചവടം കിട്ടാനും നമ്മുടെ ക്യാഷൊക്കെ കൂടാനും നമ്മുടെ കടമെല്ലാം പെട്ടെന്ന് തീരാനും നമുക്ക് വീട് വെക്കാനും അതായത് റൂം പണിയാനുള്ള ചാൻസൊക്കെ ഉണ്ട് എന്ന് സച്ചി രേവതിയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സീനാണ് നമ്മൾ ഈ രാത്രി കാണുന്നത്. അടുത്ത കാണിക്കുന്ന സീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രുതിക്ക് ഭ്രാന്തി പിടിച്ച് നടക്കുകയാണ്. ശ്രുതി എങ്ങനെയാണ് ചന്ദ്രവതി തിരിച്ച് വീട്ടിൽ എത്തിയത് അതിൻ്റെ ആ വഴിയൊന്ന് കണ്ടുപിടിക്കാൻ നടക്കുകയാണ്. അപ്പോൾ ഭാമയായിരിക്കും അതിൻ്റെ ആള്
എന്നുള്ള രീതിയിൽ ചിന്തിച്ച് കൂട്ടിയിട്ട് ബാമയുടെ വീട്ടിൽ ചെല്ലുകയാണ്. ബാമയുടെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് കോളിമെല്ലൊക്കെ അടിച്ച് കയറുമ്പോൾ ബാമ മോളെ അല്ല ശ്രുതി മോളെന്ന് പറയുമ്പോഴത്തേക്ക് എന്താ പെട്ടെന്ന് ഇതുവഴി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ ആൻറ്റി എനിക്ക് ഇതുവഴി വന്നുകൂടെ, നിങ്ങളോട് വിളിച്ച് ചോദിച്ചിട്ടേ വരാൻ പറ്റത്തുള്ളൂ. അതല്ല മോളെ, കാരണം നേരത്തേക്കാണ് കല്യാണത്തിന് മുമ്പേക്കാണ് നീ എപ്പോഴും വന്നിട്ട് പോകുമായിരുന്നു. പക്ഷെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നിൻ്റെ അമ്മായിമ്മ, അതായത് ചന്ദ്രമതി ഇങ്ങോട്ട് നീ വരാൻ വേണ്ടി അനുവദിക്കത്തില്ലല്ലോ, അവർ ഭയങ്കര അഭിമാനവും കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയല്ലേ നിൽക്കുന്ന ആൾക്കാരല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് അതെൻ്റെ കല്യാണമൊക്കെ കഴിയുമ്പോഴത്തേക്ക് അങ്ങനെയാണല്ലോ ആൻറ്റി, അതുകൊണ്ടാണ് വരാണ്ടിരുന്നത്. പിന്നെ മാത്രമല്ല എനിക്ക് ജോലിയുടെ കാര്യങ്ങൾ ഇപ്പോൾ ഞങ്ങൾക്ക് പുതിയ ഷോറൂമൊക്കെ തുറന്നില്ലേ, അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് അങ്ങനെ വരാണ്ടിരുന്നത്. പിന്നെ എനിക്കിവിടെ ഒരു ക്ലയൻറ്റ് ഉണ്ട്, ആ ക്ലയൻറ്റിനെ കാണാൻ വേണ്ടി വന്നപ്പോഴത്തേക്കാണ് ഞാൻ ആൻറ്റിയും കൂടെ കണ്ടിട്ട് പോയാൽ കൊള്ളാമെന്ന് ആലോചിച്ച് ഇങ്ങോട്ട് വന്നെന്ന് പറയും. അതിന് തന്നെ മോളെ സന്തോഷം. എങ്ങനെയുണ്ട് ആൻറ്റി, ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? എന്താ പറയാനാ മോളെ, പ്രഷറും ഷുഗറും പിന്നെ മുട്ടുവേന തലവേന എല്ലാം ഉണ്ട്. ഇന്നാണെങ്കിൽ എൻ്റെ ഇവിടെ വർക്ക് ചെയ്യുന്ന ആയിട്ടുള്ള ആൾ അത് കൊച്ചു വന്നിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ തന്നെ വർക്ക് ചെയ്യേണ്ടത്. വന്ന് ഈ പൊടിയൊക്കെ അടിച്ച് ആകെ തലവേന എടുക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആണോ ആൻറ്റി, എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്തു തരാമെന്ന് പറയുമ്പോഴത്തേക്ക് വേണ്ട മോളെ വേണ്ട, കാരണം ഇനി നിൻ്റെ അമ്മായിമ്മ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മതി എൻ്റെ ദേഹത്ത് ഭദ്രകാളി ഇളകാൻ വേണ്ടി. മാത്രമല്ല അവളിവിടെ വന്ന് നിന്നപ്പോഴത്തേക്ക്, അതായത് ചന്ദ്രമതി ഇവിടെ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് അവളുടേതായിട്ടുള്ള വിഷമങ്ങളും പ്രശ്നങ്ങളും ടെൻഷനെല്ലാം എൻ്റെ തലയിലാക്കിയിട്ടുണ്ട്. അതും കൂടെ ഞാനും കുറേ എടുത്തുകൊണ്ട് കുറേ തലവേദന കൂടുതലാണെന്ന് പറഞ്ഞത്. എന്താണ് ആൻറ്റി ഇരിക്കാൻറ്റി എന്ന് പറഞ്ഞ് ശ്രുതി അവളെ ഇരുത്തുവാണ്, പതപ്പിച്ച് ഇരുത്തുവാണ്. എത്തിയിട്ട് മസാജൊക്കെ ചെയ്ത് കൊടുക്കും. മസാജൊക്കെ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് മാമ പറഞ്ഞു അത് കൊള്ളാം, അവിടെ പിടിക്കും ഇവിടെ പിടിക്കുന്നൊക്കെ പറഞ്ഞു. അത് കയ്യിലും തോളത്തെല്ലാം പിടിച്ച് മസാജ് ചെയ്ത് വരുവാണ്. എന്താണെങ്കിലും കുഴപ്പമില്ല, അമ്മ തിരിച്ചു വന്നല്ലോ, ആൻറ്റി തിരിച്ചു വന്നല്ലോ, അതുകൊണ്ട് നല്ലതാണെന്ന് പറയുവാണ്. അതായത് ചന്ദ്രമതി തിരിച്ചു വന്നല്ലോ എന്നുള്ള രീതിയിൽ ശ്രുതി പറയാണ്. ശരിയാ മോളെ, എന്നാ ചെയ്യാനാ, കാരണം നിനക്കാണെന്ന് അല്ല. എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട്, എന്താണെങ്കിലും ഞങ്ങളുടെ അമ്മായിമ്മയെക്കാട്ടും കൂടുതൽ നല്ല രീതിയിൽ ആൾക്കാരോട്ട് ഇടപെടാനും മറ്റുള്ളവർ സംസാരിക്കുന്ന അതായത് കൈൻഡ് ഹാർട്ടായിട്ടും നല്ല മൈൻഡോട് നല്ല സംസാരിക്കാനും ഉള്ളൊരു വ്യക്തിയാണ് ബാമാൻറ്റി. അതുകൊണ്ട് ബാമ്പാനിയെ ആർക്കും ഇഷ്ടപ്പെടുമെന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് പറയാനും മോളെ, ഇതൊക്കെ ശരിയാണ്. പക്ഷേ എൻ്റെ മോനത് മനസ്സിലായില്ല, അതുകൊണ്ടല്ല എൻ്റെ മരുമോളെ വിളിച്ചുകൊണ്ട് മോനെയും വിളിച്ചുകൊണ്ട് ഒരു പോക്ക് പോയി. അപ്പം അമ്മേനെ നോക്കണം എന്നുള്ള ചിന്താഗതി എൻ്റെ മോന് തോന്നിയില്ലല്ലോ. പക്ഷെ നിനക്ക് ചന്ദ്രമതിക്ക് എന്നാ കുഴപ്പം, നല്ല തങ്കപ്പെട്ടതായിട്ടുള്ള 3 മരുമക്കളെ കിട്ടിയ. പക്ഷെ അവളത് മനസ്സിലാക്കാതെ, അവരുടെ വാല്യൂ മനസ്സിലാക്കാതെ അവളവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത് എന്തിൻ്റെ അസുഖമാണ് നമുക്ക് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒന്ന് ശ്രുതി പറയുന്നുണ്ട്, എന്താണെങ്കിലും ആൻറ്റി ദൈവം സഹായിച്ചെല്ലാം തിരിച്ചു വന്നല്ലോ, അതുകൊണ്ട് നല്ല സന്തോഷമുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ദൈവം സഹായിച്ചു വന്നില്ല, അത് വക്കീൽ സഹായിച്ചെന്ന് പറയും. വക്കീലോ? അതെൻ്റെ അതേ വക്കീൽ 2 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ആ കേസ് പിൻവലിച്ചതെന്ന് പറയുമ്പോൾ വക്കീൽ 2 ലക്ഷം രൂപ കൊടുത്തു. എനിക്ക് മനസ്സിലായെന്ന് പറയും. ഉടനെ പെട്ടെന്ന് ബാമ അയ്യോ ഒന്നുമില്ല എന്നല്ല പറയുമ്പോഴത്തേക്ക് അതൊന്നുമില്ല, ഞാൻ ചുമ്മാ അറിയാണ്ട് പറഞ്ഞാന്ന് പറയാം. ഇല്ല ആൻറ്റി, ഉടനെ പെട്ടെന്ന് ഫ്രണ്ടിലോട്ട് വരും. മസാജ് ചെയ്തുകൊണ്ടിരുന്ന അവൾ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് വന്നിട്ട് ശ്രുതി ചോദിക്കുക, എന്താ ആൻറ്റി മറയ്ക്കുന്നത്, എന്താ ആൻറ്റിക്ക് എന്നോട് പറയാൻ പറ്റത്തില്ല എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അതല്ല മോളെ, അങ്ങനെ ഒന്നുമില്ല സംഭവമില്ല ആൻറ്റി, ഇപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞോളൂ എന്നെ മകളെ പോലെ കാണുന്നതെന്ന് പറഞ്ഞിട്ട് ഇപ്പം അത് കാര്യത്തോടെ എടുക്കുമ്പോഴത്തേക്ക് ആൻറ്റി പല കാര്യങ്ങളും മറച്ചു വെക്കുന്നുള്ളത് ചോദിക്കുമ്പോഴത്തേക്കും അതല്ല മോളെ, ശരിയാണ്. പക്ഷേ ചന്ദ്രമതിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വാക്ക് കൊടുത്തിട്ടുണ്ട്, അതെങ്ങനെയാണ് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്ന അറിയത്തില്ല. ആൻറ്റിക്ക് സൗകര്യമുണ്ട് പറഞ്ഞാൽ മതി. സൗകര്യം എന്ന് പറഞ്ഞാൽ എന്നത്ര രീതിയിൽ ഞാൻ പറയത്തില്ല, അല്ലെങ്കിൽ ഞാൻ ഇത് സീക്രട്ടായിട്ട് തന്നെ ഇരിക്കും എന്നുള്ളതുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാന്ന് പറയുമ്പോഴത്തേക്ക് പറയാം. അതേ മോളെ, വക്കീലിന് ക്യാഷ് കൊടുത്തിട്ടാണ് വക്കീൽ ക്യാഷ് ഇവർക്ക് കൊടുത്തിട്ടാണ് കേസിൽ നിന്ന് പിൻവലിച്ചത്, അല്ലാതെ വേറൊന്നുമല്ല. 5 ലക്ഷം രൂപ എങ്ങാണ്ട് നമ്മുടെ 5 ലക്ഷം സച്ചിൻ ഫാമിലിയെല്ലാം 5 ലക്ഷം രൂപ കൊടുത്ത്. പക്ഷെ അതിൽ 2 ലക്ഷമാണ് ചന്ദ്രമതിക്ക് കിട്ടിയ. ആ 2 ലക്ഷം രൂപ അങ്ങനെ, അതുകൊണ്ടാണ് ചന്ദ്രമതി കേസിൽ പിന്മാറിയെന്ന് പറഞ്ഞു. ഉടനെ ഇങ്ങനെ ആലോചിക്കുക, ഇത് കൺഫേം ചെയ്യണമല്ലോ, ചുമ്മാ പറയുന്നതാണോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി കൺഫേം ചെയ്യണമെന്ന് അറിയും. ആൻറ്റി എനിക്കിത് വിശ്വസിക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ എന്ന് പറയുമ്പോഴത്തേക്ക് നീ നിനക്ക് വിശ്വസിക്കാൻ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം, നീ എൻ്റെ കൂടെ വന്ന് പറഞ്ഞ് നേരെ വിളിച്ചുകൊണ്ട് അലമാര കാണിച്ചു കൊടുക്കുക. അലമാര താക്കോലൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എടുത്തിട്ട് അലമാര തുറന്ന് ക്യാഷ് കാണിക്കണം, 2 ലക്ഷം രൂപ കാണിക്കണം. അപ്പോഴാണ് ശ്രുതിക്ക് മനസ്സിലായി ഇത് ക്യാഷിൻ്റെ പുറത്തിലുള്ള കളിയാന്ന് പറഞ്ഞ്. അപ്പോഴത്തേക്ക് ശരി ആൻറ്റി ആയിരിക്കട്ടെ, ആരോടും പറയത്തില്ല, ഇവിടെ തന്നെ ഇരിക്കട്ടെ, എന്താണെങ്കിലും കേസിൽ പിൻവലിച്ചല്ലോ, ആരോടും പറയണ്ട, ഞാൻ അറിഞ്ഞ് എന്നുള്ള രീതിയിൽ പറഞ്ഞ് ശ്രുതി അവിടെ നിറങ്ങുകയാണ്. അടുത്ത കാണിക്കുന്ന സീൻ പറയുമ്പോഴത്തേക്ക് നമ്മുടെ സച്ചിയുടെ മുഖം പൊത്തിക്കൊണ്ട് രേവതി ഒരു സാധനം കാണിക്കാൻ കൊണ്ടുപോകണം. നേരെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഒരു ഹാളിൽ അത് ഡെക്കറേഷൻ ചെയ്ത്, അതായത് കല്യാണ മണ്ഡപം ഡെക്കറേഷൻ പൂ കൊണ്ട് അലങ്കരിക്കുന്നതായിട്ടുള്ള കുറേ സാമ്പിൾ കാണിക്കുന്നുണ്ട്. ഇതെങ്ങനെയുണ്ട് സച്ചിയുടെ സൂപ്പർ സാധനം
രേവതി ഇതിങ്ങനെ നിനക്ക് നീ ഒരു ഭയങ്കര ക്രിയേറ്റീവായിട്ടുള്ള ഒരു പെണ്ണാണല്ലോ, ഞാൻ അറിഞ്ഞില്ല എന്നുള്ള ഉള്ള അഭിമാനം കൊണ്ട് അവളുടെ മുഖവും കണ്ണൊക്കെ അല്ലാണ്ട് ചിരിയും എല്ലാം സ്വന്തം ഭയങ്കര ഹാപ്പിനെസ്സാണ് രേവതിക്ക് ആ സമയത്ത് ഉണ്ടാകുന്നത്. അത് അപ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ വർഷം വരുന്നുണ്ട്. വർഷം വരുമ്പോഴത്തേക്ക് ഇതെന്നാ നിങ്ങളെന്നെ അവിടുന്ന് ഹായ് ഹലോ എന്നാ നിങ്ങളെന്നെ എടുക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഓടി വന്ന് നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇത് കാണും. ഇതെന്നെ സംഭവം എന്ന് പറയുന്നത് അല്ല, കല്യാണ മണ്ഡപത്തിലേക്ക് പുതിയതായിട്ട് ആരെങ്കിലും കല്യാണം കഴിക്കാൻ പോകുന്ന ആ മണ്ഡപം ഒന്ന് അലങ്കരിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് നമുക്ക് ക്യാഷ് ഈടാക്കാൻ പറ്റും. അങ്ങനെ നമുക്കൊരു പുതിയ ബിസിനസ് തുടങ്ങാനുള്ള പ്ലാനെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഇതിന് ഈ ഒരു ഇന്നോവേഷൻ, അതായത് ഇങ്ങനെ ഒരു ക്രിയേറ്റിവിറ്റിക്ക് എങ്ങനെ ചേച്ചിക്ക് ഉണ്ടായി ചേച്ചി എന്നൊക്കെ ചോദിക്കുമ്പോൾ അതേ എന്നാ ചെയ്യുക, അത് നമുക്ക് ക്രിയേറ്റിവിറ്റി ഒക്കെ ഉണ്ട്, പക്ഷേ പ്രകടിപ്പിക്കാൻ പറ്റിയില്ല, നമ്മുടെ ഇപ്പോൾ അത് ഒരു സാഹചര്യം വന്നിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആ ചേച്ചി കൊള്ളാം കേട്ടോ, ഇത് നല്ല ബിസിനസ്സാണ്, പിന്നെ ഇതൊരു മാർക്കറ്റിംഗ് ആയിട്ട് എടുക്കണം, മാർക്കറ്റിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വിജയിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിങ്ങോ എന്നുള്ള രീതിയിൽ മാർക്കറ്റിംഗ് രീതി ഏത് രീതിയിൽ ചെയ്യും എന്നുള്ള രീതിയിൽ സച്ച് ചോദിക്കുന്നൊരു സീനിലാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അതിനാൽ കൂടുതലായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുമ്പോഴത്തേക്ക് ഞാൻ നല്ല നല്ല വീഡിയോ ആയിട്ട് കടന്നു വരാമെന്നും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നിന്ന് വിട പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.